നമസ്കാരം. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ആശുപത്രികളിലെ ഏറെ നാളായി സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ആവശ്യമാണ് ഇപ്പോൾ UDF സർക്കാർ നടപ്പാക്കാൻ പോകുന്നത്. 6 മാസത്തിനുള്ളിൽ ഇത് സമ്പൂർണമായി നടപ്പാക്കുമെന്നും ഗുണമേന്മയുള്ള ആരോഗ്യ സേവനം തടസ്സമില്ലാതെ ലഭ്യമാക്കുകയാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യമെന്നുമാണ് കെ മുരളീധരൻ പറഞ്ഞത്. ആദ്യഘട്ടമായി എല്ലാ ജില്ലകളിലും ഓരോ ആശുപത്രിയിൽ സേവനം ഉറപ്പാക്കും. ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് മറ്റ് ആശുപത്രികളിലേക്ക് വ്യാപിപ്പിക്കുക. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വലിയ രീതിയിലുള്ള ആരോപണങ്ങളും ഒപ്പം തന്നെ പരാതികളും ഉയർന്ന ഒരു സംവിധാനമായിരുന്നു ഇത്. പലപ്പോഴും ആശുപത്രികളിൽ ആളുകൾ സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ പലപ്പോഴും ലഭ്യമാകുന്നില്ല. അങ്ങനെ പല മരണങ്ങൾ സംഭവിച്ചു. അത് വലിയ വിവാദമാകുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഈ സർക്കാർ കുറച്ചുകൂടി മുന്നൊരുക്കങ്ങളോടുകൂടി വലിയ ചില മാറ്റങ്ങൾ ആശുപത്രികളിൽ വരുത്താൻ ഒരുങ്ങുകയാണ്. മെഡിസിൻ, സർജറി, ഓർത്തോ, പീഡിയാട്രിക്സ്, ഗൈനക്കോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി സേവനങ്ങളാണ് ഉറപ്പാക്കുന്നത്. ഇതോടെ ജനങ്ങൾക്ക് വീടിന് സമീപത്തുള്ള സർക്കാർ ആശുപത്രികളിൽ വിദഗ്ധ ചികിത്സാ സേവനങ്ങൾ മുഴുവൻ സമയവും ലഭ്യമാകും എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ രാത്രികാലങ്ങളിലും കാര്യക്ഷമമാകുന്നതോടെ മെഡിക്കൽ കോളേജുകളിലെ അമിതമായ തിരക്ക് നിയന്ത്രിക്കാനും കഴിയും. രോഗികൾക്ക് ചികിത്സ, മരുന്ന്, കിടക്ക എന്നിവ അവകാശമായി പ്രഖ്യാപിച്ച് രോഗി സൗഹൃദ ആശുപത്രികൾ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് സ്പെഷ്യാലിറ്റി സേവനങ്ങൾ 24 മണിക്കൂർ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുന്നത് എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. പദ്ധതിയുടെ ഏകോപനത്തിനായി ആരോഗ്യവകുപ്പ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ട്രെയിനിംഗ് വിഭാഗം അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ ഷിനു കെ എസിനെ സ്പെഷ്യൽ ഓഫീസറായിട്ട് നിയമിച്ചിരിക്കുകയാണ്. സ്പെഷ്യൽ ഓഫീസറുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ആശുപത്രികളിലെ നിലവിലെ സൗകര്യങ്ങൾ വിലയിരുത്തുകയും ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയാണ് 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി സേവനം ലഭ്യമാക്കുന്നത്. ഇതിനായി ആവശ്യമായ മെഡിക്കൽ, നഴ്സിംഗ്, പാരാമെഡിക്കൽ ജീവനക്കാരുടെ കണക്കെടുപ്പ് നടത്തി കൃത്യമായി വിന്യസിക്കും. ആശുപത്രികളിൽ ഇതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായും സ്ഥാപനങ്ങളുമായും ഏകോപനം നടത്തി സമയബന്ധിതമായി പദ്ധതി നടപ്പാക്കാനും പദ്ധതിയുടെ പുരോഗതി നിരീക്ഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും സംസ്ഥാനത്തെ സാധാരണക്കാരായ ആളുകൾക്ക് നമ്മളുടെ വീടിനടുത്തുള്ള ആശുപത്രികളിൽ നിന്ന് മികച്ച ചികിത്സ ലഭ്യമാകുന്ന, ഏതു സമയത്തും ആശുപത്രികളിലേക്ക് പോയാൽ അവിടെ ചികിത്സ ഉറപ്പാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്ത.